ഫ്രണ്ട്സ്, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം പ്രത്യേകിച്ച് എൻഗേജ്മെൻറ്റ്സ് ഒന്നുമില്ലാത്തൊരു ശനിയാഴ്ച മുന്നിൽ കണ്ട് സന്തോഷമായിരിക്കുകയായിരുന്നു ഞാൻ. അന്നേരമാണ് കോട്ടയത്തെ പ്രശസ്തമായ ഒരു റിസോർട്ടിൽ നിന്ന് ഒരു കോൾ വരുന്നത്. ഒരു ഹൗസ് ബോട്ടിൻ്റെ ഷേപ്പുള്ള കേക്ക് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം അങ്ങനെ ഒരു ഐഡിയ പോലും എൻ്റെ മനസ്സിലില്ല. ഒരു മിനിറ്റ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് തിരിച്ച് വിളിക്കാമെന്ന്. പിന്നെ ഞാൻ കുറച്ച് നേരം കുത്തിയിരുന്ന് ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ കരുതി ബാക്കിയുള്ള കുറേ റിസോർട്ടുകളിൽ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതുവരെ ഒരു ഓർഡർ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു ഓർഡർ വരുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഓർഡർ എടുക്കാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. തിരിച്ച് വിളിച്ചു. ഒരാളിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് ഫോണ്ടൻ്റ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാലം കൂടെ ആകുമ്പോഴേക്കും അത്ര ഭംഗിയാകുമോ എന്നെനിക്കൊരു സംശയമാണ്. ഞാനൊരു പടം അയച്ചു തരാം, അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. നോക്കി, അപ്പോൾ ഒരു വള്ളത്തിൻ്റെ ഷേപ്പാണ്. ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്തു തരാം, പക്ഷേ ചോക്ലേറ്റ് ട്രഫിൾ ആയിരിക്കും കേക്കിൻ്റെ ഫ്ലേവർ. കാരണം എൻ്റെ മുമ്പിൽ 24 മണിക്കൂർ സമയമില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളത് ചെയ്തെടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയാൽ മതി. വന്ന ഒരു ഗസ്റ്റിൻ്റെ താല്പര്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ടാസ്ക് അങ്ങോട്ട് ഏറ്റെടുത്തു. ഒന്നാമത് പ്ലാൻ ചെയ്തു എന്ത് ചെയ്യണമെന്ന്. ഇതിനകത്ത് ഷീറ്റായിട്ട് കേക്ക് ഉണ്ടാക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് പല ഷേപ്പിലാക്കി നമ്മുടെ റിക്വയർഡ് ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുടനെ തന്നെ ഞാൻ ഗനാഷ് ഉണ്ടാക്കി. ഫ്രോസ്റ്റിങ്ങിനുള്ള ഗനാഷ് വേണമല്ലോ, അതുണ്ടാക്കി. അതും തണുക്കാൻ വെച്ചു. അപ്പോഴേക്കും കേക്ക് ബേക്കായി കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് മുഴുവൻ ഞാൻ സെർച്ച് ചെയ്തു, എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടോയെന്ന്, ഒരു ഐഡിയ ഉണ്ടോയെന്ന്. ഒന്നുമില്ല. അങ്ങനെ വന്നപ്പം ആദ്യത്തെ കുറച്ച് വീഡിയോ എടുക്കാൻ മാത്രമേ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിലൊരു ടാസ്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ആ സമയത്തുണ്ടായിരുന്ന ആഗ്രഹം നമ്മളെ വിശ്വസിച്ച് ഓർഡർ തന്ന ഒരു മാനേജറുണ്ടല്ലോ, ആ ആളിനോട് നീതി പുലർത്തുക എന്നുള്ളതായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ആ വള്ളത്തിൻ്റെ ഷേപ്പ് ഒപ്പിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് സെറ്റ് ചെയ്യും, ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് തിരിച്ചെടുത്ത് വീണ്ടും ഷേപ്പ് ചെയ്യും. അങ്ങനെ ചെയ്ത് രാത്രി ഏകദേശം വള്ളത്തിൻ്റെ ഒരു ഷേപ്പ് ഒപ്പിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ ആ ഫ്രെയിം അയച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ സാർ ഓക്കെ പറഞ്ഞു. ഇനി കുറച്ചും കൂടെ ഫിനിഷിംഗ് ഒക്കെ വരുമല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ വരും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഈ ഭാഗത്ത് കുറേ മിനുക്ക് പണികൾ ചെയ്ത് വീണ്ടും അതിനെ ഒന്ന് സ്മൂത്ത് സർഫസാക്കി വീണ്ടും സെറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് ഇതിന് ഡെക്കറേഷൻ വർക്ക് ചെയ്യണമല്ലോ. ഈ ഡെക്കറേഷൻ വർക്ക് എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് കേരള തനിമയുള്ള ഡിസൈൻ കൊടുക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്ന് വെച്ച് ഒടുവിൽ ഇങ്ങനെ ആക്കി. ഈ കൂടെ അദ്ദേഹം ഒരു സജഷൻ എനിക്ക് തന്നായിരുന്നു, ഒരു വള്ളക്കാരനെ കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ കൊള്ളാമെന്ന്. ഞാൻ വള്ളക്കാരനെ സെറ്റ് ചെയ്തു. പക്ഷേ ഇത്രയും തന്നെത്താനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. പിന്നെ ഈ വർക്കിന് എല്ലാ ഇടയിൽ ചെയ്ത ഒരു ഫിഗറിനാണല്ലോ, അതിന് സാധാരണ ഉള്ളത്രയും ഫിനിഷിംഗ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വള്ളത്തിൻ്റെ കൂടെ വള്ളക്കാരനെ വെച്ചില്ല. പകരം ഞാൻ അതിനെ അവരുടെ നേരെ കൊടുത്തു. സമയമാകുമ്പോൾ അതിലേക്കൊന്ന് നിർത്തിയാൽ മതിയല്ലോ. എന്തായാലും ഈ പിക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഫോട്ടോയും വീഡിയോയും കണ്ടപ്പോൾ പറഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ വീടാണെന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അവിടെ കൊണ്ട് കൊടുത്ത് അവരെ ഏൽപ്പിച്ച്
നമ്മൾ തിരിച്ചു പോന്നു. ഫങ്ഷനെല്ലാം കഴിഞ്ഞ് കസ്റ്റമർക്ക് കേക്ക് കാണാനും കഴിക്കാനും ഒരേപോലെ ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് പരിമിതികളില്ലായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ലായിരുന്നു. എന്നാലും വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി രുചികരമായി ചെയ്യാൻ സാധിച്ചല്ലോ എന്നോർത്ത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.